അധ്യായം 36. ചുരുൾ കത്തിക്കുന്നു. യോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് യെരമ്യായോട് അരുളിച്ചെയ്തു: ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച യോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂദായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തകച്ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂദാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. യെരമ്യാ നേര്യായുടെ മകൻ ബാറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളിച്ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു. ബാറൂക്ക് അത് ഒരു ചുരുളിൽ എഴുതി. അനന്തരം യെരമ്യാ ബാറൂക്കിനോട് പറഞ്ഞു: കർത്താവിൻ്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിൻ്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാചനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിൻ്റെ മേൽ നിപതിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. യെരമ്യാ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേര്യായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു. യോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറുസലമിലെ ജനത്തിനും യൂദായിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ യെരമ്യാ പറഞ്ഞെഴുതിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിൻ്റെ പുതിയ വാതിലിന് സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിൻ്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാന്റെ മകനായ ഗമാറിയായുടെ മകൻ മിഖായ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകന്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരകനായ എലീഷാമ, ശെമായയുടെ പുത്രൻ ദെലായ, അക്ബോറിന്റെ പുത്രൻ എൽനാഥാൻ, ഷാഫാന്റെ പുത്രൻ ഗമാറിയ, ഹനനിയായുടെ പുത്രൻ സെദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിഖായ അവരോട് പറഞ്ഞു. ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ടുവരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിൻ്റെ അടുക്കലേക്ക് കൂശിയുടെ മകനായ ഷെലെമിയായുടെ മകനായ നഥാനിയായുടെ മകൻ യഹൂദിയെ അയച്ചു. അതനുസരിച്ച് നേര്യായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു: ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. അവർ ബാറൂക്കിനോട് ചോദിച്ചു: ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക. യെരമ്യാ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു: അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വെച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു: നീയും യെരമ്യായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരകനായ എലീഷാമയുടെ മുറിയിൽ ചുരുൾ വെച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു. അവൻ കാര്യവിചാരകന്റെ മുറിയിൽ നിന്ന് അതെടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിൻ്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിൻ്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കത്തിച്ചു കളയരുതെന്ന് എൽനാഥാനും ദെലായായും ഗമാറിയായും അപേക്ഷിച്ചെങ്കിലും അവനത് വകവച്ചില്ല.
എഴുത്തുകാരനായ ബാറൂക്കിനെയും പ്രവാചകനായ ജെറമ്യായെയും ബന്ധിക്കാൻ രാജാവ് തൻ്റെ പുത്രനായ യെറഹ്മേലിനോടും അസ്രീയേലിൻ്റെ മകനായ സെദായായോടും അബ്ദേലിൻ്റെ പുത്രനായ ശെലെമിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമ്യാ പറഞ്ഞുകൊടുത്ത ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിന് ശേഷം കർത്താവ് ജെറമ്യായോട് അരുളിച്ചെയ്തു, നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യൂദാ രാജാവായ യെഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിലുണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യെഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിനതിൽ എഴുതിയെന്ന് നീ ചോദിച്ചു. അതിനാൽ യൂദാ രാജാവായ യെഹോയാക്കീമിനെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു, അവൻ്റെ സന്തതികൾ ആരും ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുകയില്ല. അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞുമേറ്റ് വെളിയിൽ കിടക്കും. ഞാൻ അവനെയും അവൻ്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം ശിക്ഷിക്കും. അവരും ജെറുസലേം നിവാസികളും യൂദായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവച്ചില്ല. എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെറമ്യാ മറ്റൊരു ചുരുളെടുത്ത് നേരിയയുടെ മകനായ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്തു. യൂദാ രാജാവായ യെഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമ്യാ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി. ആദ്യത്തേതിന് സദൃശമായ മറ്റു വാക്യങ്ങളും അതിലുണ്ടായിരുന്നു. അധ്യായം 37. സെദക്കിയായുടെ അഭ്യർത്ഥന. യെഹോയാക്കീമിൻ്റെ മകനായ കോണിയായിക്ക് പകരം യോസിയായുടെ മകനായ സെദക്കിയ രാജ്യഭരണമേറ്റു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറാണ് അവനെ യൂദാ രാജാവാക്കിയത്. എന്നാൽ അവനോ അവൻ്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജെറമ്യാ വഴി കർത്താവ് അരുളിച്ചെയ്ത വചനം ശ്രവിച്ചില്ല. സെദക്കിയ രാജാവ് ശെലെമ്യായുടെ പുത്രൻ യെഹുക്കാലിനെയും മാസേയയുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയായെയും ജെറമ്യാ പ്രവാചകൻ്റെ അടുത്തയച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു. അന്ന് ജെറമ്യാ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു. അവൻ തടവിലാക്കപ്പെട്ടിരുന്നില്ല. ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി. അപ്പോൾ ജെറമ്യാ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ഹിതം ആരായാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ച യൂദാ രാജാവിനോട് പറയുവിൻ, നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും. കൽദായർ തിരിച്ചു വരും. അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും. കർത്താവ് അരുളിച്ചെയ്യുന്നു, കൽദായർ നമ്മെ വിട്ടുപോയിക്കൊള്ളുമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട. അവർ ഇവിടം വിട്ടു പോവുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ നഗരം ചുട്ടു ചാമ്പലാക്കും. ജെറമ്യാ കാരാഗൃഹത്തിൽ. ഫറവോയുടെ സൈന്യത്തെ ഭയന്ന് കൽദായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെറമ്യാ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു. ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നു പേരായ കാവൽ സേനാനായകൻ ജെറമ്യായെ തടഞ്ഞു നിർത്തി. ഹനന്യായുടെ മകനായ ശെലെമ്യായുടെ മകനാണ് ഇരിയ. നീ കൽദായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമ്യായോട് പറഞ്ഞു. അത് നുണയാണ്. ഞാൻ കൽദായരുടെ അടുക്കിലേക്ക് പോവുകയല്ല എന്ന് ജെറമ്യാ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച അധികാരികളുടെ മുമ്പാകെ കൊണ്ടുവന്നു. കുപിതരായ അധികാരികൾ ജെറമ്യായെ പ്രഹരിച്ച് തടവിലിട്ടു. കാര്യവിചാരകനായ ജോനാഥാൻ്റെ വീടാണ് കാരാഗൃഹമായി ഉപയോഗിച്ചിരുന്നത്. കാരാഗൃഹത്തിലെ ഇരുട്ടറയിൽ ജെറമ്യാ വളരെ നാൾ കഴിച്ചുകൂട്ടി. സെദക്കിയ രാജാവ് ജെറമ്യായെ ആളയച്ചു വരുത്തി. കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു. ജെറമ്യാ പറഞ്ഞു, ഉണ്ട്. നീ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അനന്തരം ജെറമ്യാ സെദക്കിയ രാജാവിനോട് ചോദിച്ചു, നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത്? ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇവിടെ. ആകയാൽ യജമാനായ രാജാവ്
എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ യോനാഥാൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുത്. ജെറമ്യായെ കാവൽപുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കാനും സിദെക്കീയ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ജെറമ്യ കാവൽപുരയുടെ തളത്തിൽ വസിച്ചു. അധ്യായം 38. ജെറമ്യ കിണറ്റിൽ. മത്താൻ്റെ പുത്രൻ ഷെഫാത്തിയ, പാഷൂറിൻ്റെ പുത്രൻ ഗദാലിയ, ശെലെമ്യായുടെ പുത്രൻ യൂക്കാൽ, മൽക്കിയയുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെറമ്യ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ള മുതലായിത്തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവനത് കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സിദെക്കീയ രാജാവ് പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കില്ലല്ലോ. അവർ ജെറമ്യായെ കാവൽപുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽക്കിയായുടെ കിണറെന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ജെറമ്യ ചെളിയിൽ താണു. അവർ ജെറമ്യായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ എബെദ്മെലെക്ക് എന്ന ഷണ്ഡൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. എബെദ്മെലെക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനായ രാജാവേ, ജെറമ്യായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. അവനവിടെ കിടന്ന് വിശന്നു മരിക്കും. നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു. രാജാവ് എത്യോപ്യക്കാരനായ എബെദ്മെലെക്കിനോട് കൽപ്പിച്ചു, നീ ഇവിടെ നിന്ന് 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമ്യ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപേ കിണറ്റിൽ നിന്ന് കയറ്റുക. അതനുസരിച്ച് എബെദ്മെലെക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴങ്കണികളെടുത്ത് ജെറമ്യായ്ക്ക് കിണറ്റിലേക്ക് കയർ വഴി ഇറക്കിക്കൊടുത്തു. ഈ പഴങ്കണികൾ കക്ഷത്തിൽ വെച്ച് അതിന് പുറമേ കയറിടുക എന്ന് അവൻ ജെറമ്യായോട് പറഞ്ഞു. ജെറമ്യ അങ്ങനെ ചെയ്തു. അവർ ജെറമ്യായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെറമ്യ കാവൽപുരത്തളത്തിൽ വാസം തുടർന്നു. സിദെക്കീയ ഉപദേശം തേടുന്നു. സിദെക്കീയ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ 3-ാം കവാടത്തിലേക്ക് ജെറമ്യ പ്രവാചകനെ ആളയച്ചു വരുത്തി. ഞാൻ നിന്നോടൊന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ജെറമ്യ സിദെക്കീയയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല. അപ്പോൾ സിദെക്കീയ രാജാവ് ജെറമ്യായോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു, നമുക്ക് ജീവൻ നൽകിയ കർത്താവാണ്, ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. അപ്പോൾ ജെറമ്യ സിദെക്കീയയോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. നഗരം അഗ്നിക്കിരയാവുകയില്ല. നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് ചുട്ടു ചാമ്പലാക്കും. അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. സിദെക്കീയ രാജാവ് ജെറമ്യായോട് പറഞ്ഞു, കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെറമ്യ പറഞ്ഞു, നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിനക്ക് ശുഭം ഭവിക്കും. നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു. അവർ നിന്നെ തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്ന് അവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കലേക്ക് ആനയിക്കപ്പെടും.
നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും. ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും. സിദെക്കീയ യെരമ്യായോട് പറഞ്ഞു, ഇക്കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചു എന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന്, നീ രാജാവിനോട് എന്തു പറഞ്ഞു? രാജാവ് നിന്നോട് എന്തു പറഞ്ഞു? ഒന്നും മറച്ചു വയ്ക്കരുത്. എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ യോനാഥാൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം. പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി യെരമ്യായെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ യെരമ്യാ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. യെരൂശലേം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ യെരമ്യാ കാവൽപുരത്തളത്തിൽ വസിച്ചു. അധ്യായം 39. ജെറുസലേമിൻ്റെ പതനം. യൂദാ രാജാവായ സിദെക്കീയയുടെ ഭരണത്തിൻ്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ തൻ്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു. സിദെക്കീയയുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർ സിൻമാഗീറിലെ പ്രഭു നെർഗാൽശരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബൂഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽശരേസർ എന്നിവരും മറ്റു സേവകന്മാരും നഗരത്തിൻ്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സിദെക്കീയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബയിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. യെരിക്കോ സമതലത്തിൽ വെച്ച് സിദെക്കീയയെ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്തെ റിബ്ലായിൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സിദെക്കീയയുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സിദെക്കീയ കാണെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സിദെക്കീയയുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു. യെരൂശലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബൂസരദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറേ ദരിദ്രരെ യൂദാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. യെരമ്യായുടെ മോചനം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സേനാനായകനായ നെബൂസരദാനോട് യെരമ്യായെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചു കൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബൂസരദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബൂഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽശരേസർ എന്നിവരും മറ്റ് സേവകരും ചേർന്ന് ആളയച്ചു. യെരമ്യായെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി. അവനെ ഷാഫാൻ്റെ മകനായ അഹികാമിൻ്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ യെരമ്യായെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ യെരമ്യാ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു. കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ യെരമ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബെദ്മേലെക്കിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നതുപോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിൻ്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു.